ഇവിടെ വന്നിട്ട് പേരോട് പറയാണ്, നമുക്ക് കിട്ടിയ വലിയൊരു അവസരമാണ് എന്ത്, നമുക്കാണ് 100-ാം വാർഷികം ആഘോഷിക്കാൻ തൗഫീക്ക് കിട്ടിയത്. നമ്മളെ മുമ്പും ആർക്കും കിട്ടിയിട്ടില്ല, ഇനി നമ്മളെ ശേഷം ആർക്കും കിട്ടുകയില്ല. എന്ത് ജാതി വിടലാൻ്റെ പേരോട് ഇതൊക്കെ കേട്ട് ഇവിടെ വന്ന് പറഞ്ഞാണ് വന്ന് വെച്ചു കൊടുക്ക്. അതേ മുമ്പാർക്കും ഒരു 100 വർഷം തികഞ്ഞ് സെന്റിനറി പ്രവർത്തനം നടത്താൻ ഇതിനു മുമ്പ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ളവർക്ക് അവസരമുണ്ടായില്ല. ഇനി അടുത്ത കാലത്തൊന്നും ഉണ്ടാവുകയും ഇല്ല. ഇനി 200-ാം വാർഷികല്ലേ, 100 തികഞ്ഞത് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു മുഹൂർത്തമാണിത് എന്ന് മനസ്സിലാക്കി നിങ്ങളൊക്കെ സെന്റിനറി പ്രവർത്തനത്തിൽ പച്ച നുണ പറഞ്ഞിട്ടാണ് ആൾക്കാരെന്താക്കണത്, സെന്റിനറി പ്രവർത്തനത്തിലേക്ക് ക്ഷണിക്കുന്നത്. 100 കൊല്ലം എന്നുള്ളത് ഞമ്മക്ക് അല്ല 100-ലെ അതിൻ്റെ 99 എവിടെ പോയി? 95-ാം വാർഷികം എവിടെയായിരുന്നു? 90-ാം വാർഷികം എവിടെയായിരുന്നു? 85 എവിടെ? 80 എവിടെ? 1 മുതൽ 99 വരെ ഞങ്ങൾക്കൊരു വാർഷികവും ഇല്ല. പിന്നെ 100-ക്ക് നേരെ ചാടി ഞങ്ങൾക്ക് തന്നെ 100 ഉണ്ടായാലും 100-ാം വാർഷികം കഴിഞ്ഞു പോയി സാധു, അതിവിടെ തീർന്നുപോയി. ഇനിയുള്ളതിൻ്റെ വ്യാജാണ്, വ്യാജം ലാ അസ്ല ലഹു, ഒരു അസ്ലും അതിനില്ല. അതൊക്കെ ആൺകുട്ടികൾ ആഘോഷിച്ചു പോയി. ശംസുൽ ഉലമയുടേതാണ് സമസ്ത. ഞാൻ പറഞ്ഞില്ലേ, ആ സമസ്തയുടെ 100-ാം വാർഷികം ഒരു 95 ആഘോഷിച്ചിട്ടുണ്ട്, 90 ഉണ്ട്, 85 ഉണ്ട്, ഒക്കെ ഉണ്ട്. ശംസുൽ ഉലമയുടെ വഴിയിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മളവരെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് അതിൻ്റെ സത്യം. ആ ആഘോഷത്തെക്കുറിച്ചാണ് ജിഫ്രി തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞത്. അത് ഔലിയാക്കളുടെ മദത് കിട്ടിയ, സഹായം കിട്ടിയ ആഘോഷമായിരുന്നു അത്. നിങ്ങൾ എവിടെ ഇരിക്കുക? അന്ന് കളിപ്പിച്ചെടുക്കുക. ജിഫ്രി തങ്ങൾ പാപ്പ ഒന്ന് വന്നോട്ടെ. ഭൂമിയെ വിശാലമാക്കുക എന്നുള്ളൊരു പണിയുണ്ട്. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. മഹാന്മാർ അതാണ് അവിടെ സാധിപ്പിച്ചു തന്നത്. കുനിയിൽ നമുക്കറിയാം ആ ജനങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളാൻ ആ സ്ഥലം ഇല്ലാന്നുള്ളത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മഹാന്മാരാവുന്ന മശായിഖന്മാർ മുഖേന, അള്ളാഹുവിൻ്റെ മലായികത്ത് മുഖേന ആ സ്ഥലത്തിലേക്ക് നമ്മളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നതായ ഒരു വിസ്തൃതി അവിടെ ഉണ്ടാക്കി തന്നു. അപ്പം അതാണ് ഞാൻ എപ്പോഴും നമ്മളെ സംഘാടകരോടും പ്രവർത്തകരോടൊക്കെ പറയലുണ്ട്, സമ്മേളനം എങ്ങനെയാവും എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മളതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പ്രവർത്തിച്ചാൽ മതി. അതൊരു കുഴപ്പമില്ലാത്ത നിലക്ക് അതിനെ സാധിപ്പിക്കാൻ ആവശ്യമാവുന്ന അതിൻ്റെ സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അന്ന് വിദേശത്ത് വന്ന ചില അറബികൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊക്കെ ആൾ കൂടിയാൽ ചിലപ്പോൾ 500 അല്ലെങ്കിൽ 1000 അതിൽ താഴെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ കൂടിയാൽ തന്നെ ഭയങ്കര ശബ്ദകോലാഹലങ്ങളായിരിക്കും. ഇതൊന്നും ശബ്ദകോലാഹലങ്ങളില്ലാതെ ഇവിടെ എങ്ങനെ നിയന്ത്രിക്കപ്പെടാൻ എന്താണ് ഇതിന് നിങ്ങൾ ഉപയോഗിച്ച മാർഗം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇവിടെ ആത്മീയമായ ഒരു നിയന്ത്രണം ഉണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാന്ന് ചോദിച്ചു. അതുണ്ടെന്ന് പറഞ്ഞു. ആത്മീയമായ ഒരു നിയന്ത്രണം, ആത്മീയമായ ഒരു നിയന്ത്രണം ഉള്ളത് കൊണ്ട് അത് ഭംഗിയായി നടന്നു. ഞങ്ങളെ പിടുത്ത അവിടെയാണ്. അതാണ് ആര് പഠിപ്പിച്ച വഴി? ശംസുൽ ഉലമ പഠിപ്പിച്ച വഴി. ഞങ്ങൾ എണ്ണിയില്ലേ നേരത്തെ? മഹാനരായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, മഹാനരായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, മഹാനരായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, മഹാനരായ ശംസുൽ ഉലമ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്, ഇവരെല്ലാം പഠിപ്പിച്ച ആ മഹത്തായ വിശ്വാസം, ആദർശം, ആ സമസ്ത, അത് ഇന്നിവിടെ നിലനിർത്തി പോരുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. ഞങ്ങൾ ആ വഴിയിൽ അവർ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് പൂർണ്ണമായി അവരുടെ ആ വിഷയത്തെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നത്. ഫിത്ന ഉണ്ടാക്കാൻ നിങ്ങൾ പണിയെടുക്കുന്നുണ്ടല്ലോ. നമ്മളോട് നിങ്ങളെന്തിനാ മൂപ്പരെങ്ങനെ പറയണ്? നമ്മളും ജിഫ്രി തങ്ങളും പാപ്പയും തമ്മിൽ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമ്മളും ഓനും തമ്മിൽ പ്രശ്നം പണ്ടുണ്ടായിൻ്റെ ഏതായിരുന്നു? ശംസുൽ ഉലമയെയും വഴിയെയും തെറ്റിദ്ധരിച്ചു എന്നുള്ളതായിരുന്നു. നിങ്ങളെ കൂടെ ഉണ്ടാവുമ്പോഴുള്ള പ്രശ്നം അതായിരുന്നു അല്ലേ? ശംസുൽ ഉലമൻ്റെ വഴിയും ശംസുൽ ഉലമയെയും തെറ്റിദ്ധരിച്ചു എന്നുള്ളതായിരുന്നു അന്നുള്ള പ്രശ്നം. പക്ഷെ അത് മശായിഖന്മാരെ അടുത്തെത്തുമ്പോൾ
ഞങ്ങൾ തൗബ ചെയ്ത് അതിനുള്ള പ്രായശ്ചിത്തമായിട്ടാണ് ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആകെ ഒരു പ്രശ്നം അന്ന് അതാണ്ടായിരുന്നത്, അത് തീർന്നു. പിന്നെ ആദർശപരമായി ശംസുൽ ഉലമയുടെ വഴിയിൽ നിൽക്കുമ്പോ നമ്മൾ അവരെ പൂർണ്ണമായി പൊരുത്തപ്പെട്ടുകൊണ്ട് തന്നെ ജീവിക്കുന്നു. ഞങ്ങൾ തുറന്നു പറയുന്നു, അത് വെറുതെ പറയുന്നുവല്ല, അത് മശായിഖിൽ നിന്ന് കേട്ടത് പറയുന്നത് പറയുകയാണ്. അതുകൊണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ശ്രമം നടത്തി എന്ന് വിചാരിച്ചോളി. സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ജിഫ്രി തങ്ങളുപ്പാപ്പയുണ്ട്, സുലൈമാൻ ഉസ്താദിനെയും കൂട്ടിക്കോളി. മൂന്നാളെയും കൂടി നിങ്ങളാണ് പോയി അവർ ഞങ്ങൾക്കെതിരിൽ എന്തോ പറയിപ്പിച്ചു എന്ന് തന്നെ വിചാരിച്ചോളി. അതല്ല ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടാകുക. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളതിന് തിരിച്ചു പറയില്ല, ഞങ്ങൾ പറയില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് അവരാണ് പറയേണ്ടതും. അത് ജിഫ്രി തങ്ങൾ പറയട്ടെ. ജിഫ്രി തങ്ങൾ പറഞ്ഞാൽ ഞങ്ങളത് കേട്ട് പരിശോധിക്കും, തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തുകയും ചെയ്യും. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വെറുതെ വാക്ക് പറയുന്നതല്ലാതെ അത് പൊരുത്തപ്പെട്ട് പറയുന്നതാണ്. ആദർശ വിഷയമല്ല ഞാൻ പറയുന്നത്. ആദർശ വിഷയത്തിൽ ആര് അഹ്ലുസുന്നക്കെതിരെ പറഞ്ഞാലും തെറ്റായ വിഷയമാണെങ്കിൽ അത് തെറ്റാന്ന് പറയും, അതിന് തർക്കമൊന്നുമില്ല. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പറയും ചെയ്യും. വ്യക്തിപരമായി എന്തോ പറഞ്ഞു പോയി, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പറയൂല, അത് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. അവരെ ആദർശം, അത് സ്വാദിഖ് അലി തങ്ങൾ ആദർശാകട്ടെ, ജിഫ്രി തങ്ങളുപ്പാപ്പയുടെ ആദർശാകട്ടെ, സുലൈമാൻ ഉസ്താദിന്റെ ആദർശാകട്ടെ, അതൊന്നും നിങ്ങൾ പറയുന്നത് പോലെ പഴച്ച വാദങ്ങൾ അവരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവരാരെങ്കിലും ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനത്തെ പഴച്ച ആദർശങ്ങൾ എവിടെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്? അവരൊരു വിഷയം പറയുകയാണെങ്കിൽ തന്നെ സൂക്ഷ്മമായി പറയുന്നവരാണ്. എന്തെങ്കിലും ഒരാളെടുത്തുനിന്ന് കേട്ട് അതങ്ങനെ തന്നെ നോക്കി വിധി പറയുന്നവരല്ല അവരൊക്കെ. യഥാർത്ഥ ആലിമിന്റെ ലക്ഷണം തന്നെ ഇവിടെ ദീനനുസരിച്ച് ആ വിഷയത്തിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് തെളിവ് സഹിതം നോക്കി പറയുന്നവരാണവർ. അതാണ് ശംസുൽ ഉലമയുടെ വഴി. ആ വഴിയിൽ ജിഫ്രി തങ്ങളുപ്പാപ്പ നിൽക്കുന്ന കാലത്തോളം ഞങ്ങൾ പൂർണ്ണമായി അവർ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പോണ്. അവിടെ നിങ്ങളൊരു ഫിത്ന അവിടെ നടക്കൂല. ദീനിന്റെ ബദ്ധശത്രുക്കൾ അത് ഈ നിയൽവാദിയും ബിസിനസ്സുമാനുമാണ്. അവരെ കയ്യിൽ ദീനില്ല, ദീന് മാത്രമേ ഉണ്ടാവുള്ളൂ, തീറ്റ പരിപാടി അത് മാത്രമേ നിങ്ങളെടുത്തുണ്ടാവുള്ളൂ. ശംസുൽ ഉലമ അവിടെ നിന്ന് പഠിപ്പിച്ച ആദർശം ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഇത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് രണ്ട് കാലത്തിനും സാക്ഷിയായ മഹാന്മാരാണ്. അവര് പറയുന്ന ആദർശം അതങ്ങനെ തന്നെ ഞങ്ങൾ പറയുന്നു എന്ന് മാത്രം. അതിൻ്റെ ലാസ്റ്റ് തെളിവല്ലേ സമ്മേളനത്തിന്റെ വിജയം പോലും അത് മശായിഖാണ് എന്നാണ് ജിഫ്രി തങ്ങൾ പറയുന്നത്. നിങ്ങൾ ഇവിടെ നടത്തിയ പ്രസംഗം, ഇവിടെ അലി അബ്ദുള്ള പറയുന്നുണ്ട്, ഞങ്ങളുടെ സംഘടനയുടെ സെറ്റപ്പ് പലരും എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത്ര വലിയ സെറ്റപ്പ് ഉണ്ടാവാൻ എന്താ കാരണം? ഞാൻ ശ്രദ്ധിച്ചു, ഈ നാടന്മാരായ മാഷുമാരെ പോലും വരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് എന്താ അറിയോ? പ്രസംഗത്തിന്റെ ആദ്യത്തെ സെക്കൻഡ് മുതൽ ലാസ്റ്റ് വരെ എവിടെയെങ്കിലും ഒരു മഹാനെ പറഞ്ഞില്ല, ഒരു വലിയന്റെ കറാമത്തോ ഒരു വലിയന്റെ സഹായമോ എടുത്തുദ്ധരിച്ചില്ല. എന്താ പറഞ്ഞേ? ഞങ്ങളുടെ പ്രവർത്തകർ അത്രയും സെറ്റപ്പാണ്, അതുകൊണ്ടാണ് ഞങ്ങളെ വിജയം എന്നാ പറഞ്ഞേ. അലി അബ്ദുള്ളയുടെ വാക്കുകൾ കേട്ടു. ഇവിടെ കുന്നമംഗലത്ത് മിനിയാന്ന് പറഞ്ഞത്, അതിനെ നമ്മളിവിടെ വന്നേ തന്നെ വെച്ചു കൊടുക്കുക. ഞങ്ങളോട് ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇത് ഒപ്പിച്ചെടുക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കൊരു ഇവന്റ് മാനേജ്മെന്റിനെ സമീപിക്കേണ്ടതില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രവർത്തകർ അതിന് സർവദാ സന്നദ്ധരാണ്. എന്തും പറയുന്നതിനേക്കാൾ ഭംഗിയായി ഏറ്റെടുത്ത് നടത്താൻ പ്രാപ്തരായ ഒരു കൂട്ടം പ്രവർത്തകരാണ് ഈ പ്രസ്ഥാനത്തിന്റെ കൈമുതലെന്നും ഈ പ്രസ്ഥാനത്തിന്റെ കരുത്തെന്നും നമ്മൾ അവരോട് പറഞ്ഞപ്പം അവർ ഞെട്ടിത്തെറിച്ചു പോയി. ഞാൻ പറയട്ടെ, ഒരു സുഹൃത്ത്, ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കണ്ണൂരിൽ കേരള യാത്ര, 3ാം കേരള യാത്ര എത്തിയപ്പോ ഇവരോട് പലരും ചോദിച്ചത്രേ, നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റപ്പിൽ ഒക്കെ ഞങ്ങളെ പ്രവർത്തകർ അതിന് സെറ്റപ്പായി നിന്നിട്ടുണ്ട്, ജനങ്ങൾ ഞങ്ങളെ വലുതാക്കി. എന്നിട്ട് ഇവിടെ വന്ന പ്രസംഗത്തിൽ ഇവര് മാത്രമേ സമസ്ത ഉള്ളൂ എന്നാ പിന്നെയും പറയുന്നത്. ഇവര് അപ്പുറത്തെ ജിഫ്രി തങ്ങളുപ്പാപ്പയെ കുറിച്ച് പറയുന്നത്, പലരും ഞങ്ങളെ എതിർത്ത് നോക്കി, പക്ഷേ ഒക്കെ പരാജയപ്പെട്ടു പോയി എന്നാണ്. ഒക്കെ പരാജയപ്പെട്ടു പോയി.
അന്ന് ഞങ്ങളെ പരസ്യമായി വിമർശിച്ചവർ തന്നെ ഇന്ന് നമ്മളോട് ചിരിച്ചു കാണിച്ച് ഉള്ളിൽ ചതി ചെയ്യുന്നു എന്നാ പറഞ്ഞ്. ഇവരൊന്നും വിശ്വസിച്ച് കൂടെ കൂട്ടണ്ട കേട്ടോ. ഏതാ ടീം മിനിയാന്ന് പറഞ്ഞതാ ഇത്. കേൾപ്പിച്ചു കൊടുക്ക്. ചിലരൊക്കെ പറയും, നമ്മളെ പറ്റി കൊച്ചാക്കി പറയും. സമസ്തയെ പുച്ഛത്തോടു കൂടി കാണുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ പണ്ടും അക്കളികളൊക്കെ കളിച്ച് പരാജയപ്പെട്ടവരാണ്. ഒതുക്കലിന്റെ കുതന്ത്രം ഫലപ്രദമായില്ല. തെരുവിൽ നേരിടാമെന്നുള്ള വ്യാമോഹം ബാക്കി നിൽക്കുന്നു. കൊന്നാൽ തീരുമെന്ന് വിചാരിച്ചപ്പോ അത് സാധ്യമല്ലെന്ന് കാലം അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. നല്ല വെളിച്ചമുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അനേകം പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളീയ മനസ്സിൽ സ്ഥാനം നേടിയ 4 അക്ഷര ചുരുക്കത്തിൽ അറിയപ്പെടുന്ന വലിയൊരു പണ്ഡിത നേതൃനിരയുടെ പ്രാമാണിക പ്രവർത്തന വേദിയുടെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്ത്. 1959 സ്വന്തം ഉസ്താദ് ജനറൽ സെക്രട്ടറിയായ മുഷാവറയിൽ നിന്ന് പിരിഞ്ഞുപോയി വ്യാജമുണ്ടാക്കിയിട്ട് അന്ന് നേരിട്ടവരൊക്കെ പോയി. നേരിട്ടവരെ എണ്ണും പോയില്ല. അത് ഒന്നാമത് നിങ്ങളെ നേരിട്ടത് ശംസുൽ ഉലമയായിരുന്നു. അവിടുത്തെ വഴി ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുകയാണ്. കൊലയാളികൾ ഉണ്ടായിരുന്നു. ആ കൊലയാളിയാണ് നിങ്ങൾ മാലയിട്ട് സ്വീകരിച്ചത്. കൂട്ടരെ, നിങ്ങളെടുത്താണ് സർവവും പോയത്. എന്നിട്ട് നിങ്ങളിങ്ങനെ ഓർത്തെടുക്കാണ് ഓരോ സംഭവങ്ങള്. എന്ത് പറ്റി നിങ്ങൾക്ക്? സമസ്ത എന്ന് ഇനി നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ വരക്കൽ മക്കാമിൽ പോയി, കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുത്ത് പോയി, ചെറുശ്ശേരി ഉസ്താദിൻ്റെ അടുത്ത് പോയി, വരക്കൽ തങ്ങളുടെ അടുത്ത് പോയി. പോയാൽ പോരാ, പരസ്യമായി ചെല്ലണം. പരസ്യമായി ചെന്ന് മാപ്പ് പറയുങ്ങൾ. എന്നിട്ടൊരു തൗബ സമ്മേളനം വിളിക്കി, എന്നിട്ട് മുഷാവറ പിരിച്ചുവിടി. എന്നിട്ട് നിങ്ങൾ ഒന്നായി തീർന്നിട്ട് പറയും സമസ്ത. ഇത് നിങ്ങൾ വരക്കൽ മക്കാമിൽ തന്നെ ജീവിതത്തിൽ പോയിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയാ സമസ്ത. അപ്പോഴാണ് ഞങ്ങൾ ഇടപെട്ടത്. ശംസുൽ ഉലമയുടെ സമസ്ത പറയണമെങ്കിൽ മശായിഖിന്റെ സഹായമുണ്ടെന്ന് പറയുന്നവർ വേണം. അവ ജിഫ്രി തങ്ങൾ അത് പറയുന്നു. അതുകൊണ്ട് അത് തന്നെയാണെന്ന് വ്യക്തം. അത് തെളിയിക്കൽ ഞങ്ങളുടെ ലക്ഷ്യമാണ്. നിങ്ങൾ അതുകൊണ്ടാണ് ബിദ്അത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബൽക്ക് പലതും പറയാൻ പൂതിയുണ്ട്. അതയാൾ ഒന്നും കൂടി പറയുന്നു കേട്ടോളൂ. മഹാനായ മർഹൂം കെ ഹസൻ മുസ്ലിയാരുടെയും മഹാനായ താജുൽ ഉലമ തങ്ങളുടെയും മഹാനായ നൂറുൽ ഉലമ ഉസ്താദ് അവറുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ കേരളീയ സമൂഹം അനുഭവിച്ച അഹ്ലുസുന്നയുടെ നവജാഗരണമായിരുന്നു എന്ന കാര്യം ആരും വിസ്മരിക്കരുത്. ആ കാലഘട്ടം പ്രചോദനപരമായ ഒരു മുന്നേറ്റം, അസൂയാവഹമായ ഒരു മുന്നേറ്റം കേരളീയ സമൂഹത്തിൽ സൃഷ്ടിച്ചപ്പോ, അത് പലരുടെയും ഉറക്കം കെടുത്തിയപ്പോ അവർ പാരപണിയാൻ പണ്ടത്തേതിന്റെ തുടർച്ചയെന്നോണം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ശ്രമങ്ങളിൽ വിജയിച്ചു എന്നവർക്ക് തോന്നിയ ഘട്ടങ്ങളുണ്ടായിരിക്കാം. പരാജയപ്പെട്ടു എന്ന സത്യം ഇന്ന് അവരും സമ്മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചതിയുടെ രൂപം പ്രത്യക്ഷത്തിൽ നിന്ന് മാറിയിട്ട് ചിരിയുടെ ചതിപ്രയോഗത്തിലേക്ക് രൂപമാറ്റം സംഭവിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ പ്രസ്ഥാനം ഇന്ന് എതിർപക്ഷത്തുള്ള ആളുകൾ അന്ന് പരസ്യമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. ഇന്ന് ചിരിച്ചൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ ചതിയാണ് എന്നാണ്. യഥാർത്ഥ സമസ്ത എന്തെന്ന് വന്നപ്പോ ബന് ഹയാത്തില്ലല്ലോ. അതിനാപ്പതൊക്കെ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥ സമസ്ത ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലുണ്ടെന്ന് പറയില്ല. മടവൂർ ശൈഖുനക്ക് മസ്തുണ്ട്, ജദബുണ്ട് എന്ന് പറയൂല. മശായിഖിനെ തള്ളൂല, കറാമത്ത് പറയുന്നതിനെ എതിർക്കൂല. നിങ്ങൾ ജനങ്ങളെ വലുതാക്കി പലരും ഉറക്കം കെടുത്തി. പാര ഉറക്കാ പോണ്? നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലല്ലോ ഒന്നിലും. ഇനി ഏറ്റവും അവസാനത്തെടുക്ക്. അതിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇയാളെന്നെ പറയുന്നുണ്ട്, സമസ്ത എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളത് മാത്രമേ ഉള്ളൂ, വേറെ ആരും അത് കണ്ട് പനിക്കണ്ട, വ്യാമോഹിക്കണ്ട. അങ്ങനെ ആരെങ്കിലും സമസ്ത എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വിവരക്കേടാണ് എന്നുകൂടി കുന്നമംഗലത്ത് വെച്ച് അവർ പറയുന്നുണ്ട്. അതുകൂടി ഒന്ന് ഏറ്റവും ലാസ്റ്റത്തെ വിട്ടോ. പ്രാഥമിക അംഗത്വം ഉണ്ടാവുകയും പിന്നെ പുറത്ത് വളരെയും കുറച്ച് സമസ്ത എന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വിവരക്കേട് കൊണ്ട് പറയുന്നത്, അല്ലെങ്കിൽ വ്യാമോഹം കൊണ്ട് പറയുന്നത്.
രണ്ടായാലും പ്രബുദ്ധ കേരളം അത് സമ്മതിച്ചു കൊടുക്കില്ല. വ്യാമോഹങ്ങളൊക്കെ അകത്തിരിക്കട്ടെ, വിവരക്കേടുകൾക്ക് അന്ത്യം കുറിക്കട്ടെ. അങ്ങനെയുള്ള ഒരു മുന്നേറ്റത്തിന്റെ ഇവരുടെ അഹങ്കാരമൊക്കെ ഇവര് സമസ്തയായിട്ട് ഒരു ബന്ധമില്ലാതെ തുടങ്ങി. ഇപ്പൊ തനി വഹാബിസത്തിൽ CH മുസ്തഫയേക്കാൾ പിഴച്ച് കിടക്കുകയാണ്. എന്നിട്ട് പറച്ചിലിനൊരു കുഴപ്പമില്ല, ഞങ്ങളതാണ് സമസ്ത. അത് സമസ്ത എന്ന് വേറെ ആരും മോഹിച്ച് പറയണ്ട, അത് ധാരണാപശകാണ്, തെറ്റാണ്. ഞങ്ങൾ അവിടെയാണ് പറയുന്നത്, ശംസുൽ ഉലമയുടെ വഴിയിൽ സയ്യിദ് ജിഫ്രി തങ്ങളുപ്പാപ്പയും സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെയുള്ള ആലിമീങ്ങളും നിൽക്കുന്ന കാലത്തോളം അവർക്കെതിരെ ആദർശപരമായി നിങ്ങൾ വല്ല അമ്പുമായി വന്നാൽ അതിനെയും നേരിടാൻ ഞങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. വഴി ശംസുൽ ഉലമയുടേതാകുമ്പോ അതൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ വ്യാമോഹമായിട്ട് നടക്കുക. അപ്പൊ അതുകൊണ്ട് സമസ്ത ഒന്നേ ഉള്ളൂ, അതിൻ്റെ 100ാം വാർഷികം കഴിഞ്ഞു. ഇനിയുള്ളത് വേജന്മാരാണ്, അവർക്ക് 99 വരെ ഉണ്ടായിട്ടില്ല. ഇനി പെട്ടെന്ന് 100ലേക്ക് ചാടിയതാണ്. അങ്ങനെ ഒരു സംഭവമല്ല. അവർ ബിദഈകളാണ്, കാലഘട്ടത്തിന്റെ ശാപമാണ്. എല്ലാ മശായിഖിന്റെയും മുഴുവനും എല്ലാ കുരുത്തക്കേടുകളും ശംസുൽ ഉലമയുടെ ശാപം തന്നെ തട്ടി.